ഹലോ, ഇന്ന് നമ്മൾ കേട്ടിട്ട് എക്സാം വേണ്ടിയിട്ട് വരുന്ന പ്രോബ്ലം പാർട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അതായത് നമ്മൾ വർക്ക് എനർജി പവർ എന്ന് പറയുന്ന ചാപ്റ്ററിലെ കുറച്ച് പ്രോബ്ലംസ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ പ്രോബ്ലംസിനെ പറ്റി നമുക്കിപ്പോൾ പറയുകയാണെങ്കിൽ കേട്ടിട്ട് സിലബസിൻ്റെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ് വർക്ക് എനർജി പവർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ മനസ്സിലാക്കി പഠിക്കുക, നമുക്ക് കൂടുതൽ മാർക്ക് നേടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതൊരു ബേസിക് കോൺസെപ്റ്റുകളാണല്ലോ, അതായത് വർക്ക് എനർജി പവറിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അതിൻ്റെ യൂണിറ്റ്സ്, ഫോർമുലാസ്, അപ്പോൾ അതൊക്കെ പഠിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് അതിൻ്റെ ഉത്തരം കണ്ടെത്താനായിട്ട് പറ്റും കേട്ടിട്ട് എക്സാമിന്. അതുപോലെ ഇപ്പോൾ കേട്ടിട്ട് തന്നെ നമുക്കറിയാം MCQ ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത് അല്ലേ. അപ്പോൾ അതിനകത്ത് ഡയറക്റ്റ് ആയിട്ട് ചിലപ്പോൾ വർക്കിൻ്റെ യൂണിറ്റ് ഏതാണ്, പവറിൻ്റെ യൂണിറ്റ് ഏതാണെന്നൊക്കെ ഡയറക്റ്റ് ആയിട്ട് തന്നെ അവർ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വർക്കിൻ്റെ യൂണിറ്റ് ജൂൾ ആണെന്നും പവറിൻ്റെ യൂണിറ്റ് വാട്ട് ആണെന്നൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് എഴുതാനായിട്ട് പറ്റണം. ഓക്കെ, അപ്പോൾ അതൊക്കെ ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് യൂണിറ്റ്സ് ഒക്കെ നമ്മളുടെ മനസ്സിലേക്ക്, നമ്മുടെ മൈൻഡിലേക്ക് കയറും. ഇനി നമ്മളിതെല്ലാം പഠിക്കുന്നതിനൊരു ഇമ്പോർട്ടൻസ് നമുക്ക് കേട്ടിട്ട് നേടിയെടുക്കുന്നതാണ്. അത് മാത്രമല്ല, നമ്മൾ ഈ ടോപ്പിക്സ് എല്ലാം തന്നെ നമ്മൾക്കൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ സ്കൂളിൽ ചെന്ന് കുട്ടികളെ പഠിപ്പിക്കേണ്ടതുമാണ് അല്ലേ. അപ്പോൾ അതിനും ഈ ഒരു പർട്ടിക്കുലർ വീഡിയോ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഈ ചെയ്യുന്ന പ്രോബ്ലംസ് എല്ലാം നിങ്ങൾ വേറെ വാല്യൂസ് ഇട്ടോ അല്ലെങ്കിൽ പല രീതിയിൽ മാറ്റിയിട്ട് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് വർക്ക് എനർജി പവർ. അപ്പോൾ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. Okay, first question. A force of 10 Newton moves an object 5 meter in the direction of the force. What is the work done? നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ട എന്താണ്? വർക്ക് ഡൺ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫോഴ്സ് ഓഫ് 10 ന്യൂട്ടൺ മൂവ്സ് ആൻ ഒബ്ജെക്ട് 5 മീറ്റർ. ഒരു 10 ന്യൂട്ടൺ ഫോഴ്സ് ഒരു ഒബ്ജക്റ്റിനെ 5 മീറ്റർ 5 മീറ്ററിലേക്ക് എന്താണ് മൂവ് ചെയ്യണം അല്ലേ. സോ നമ്മൾക്ക് ഇവിടെ നടന്ന വർക്ക് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. അപ്പം നമ്മൾക്ക് എന്താ ഇക്വേഷൻ ഉണ്ട്, ഡയറക്റ്റ് ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം. സോ വർക്കിൻ്റെ ഇക്വേഷൻ എന്താണ്? വർക്ക് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, വർക്ക് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഫോഴ്സ് 10 ന്യൂട്ടൺ ആണ്, ഡിസ്റ്റൻസ് എത്രയാണ്? 5 മീറ്റർ ആണ്. സോ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10 ഇൻറ്റു 5 50 ജൂൾ ആണ് അല്ലേ. നമുക്കറിയാം വർക്കിൻ്റെ യൂണിറ്റ് ജൂൾ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻ എ 15 ജൂൾ, ഓപ്ഷൻ ബി 50 ജൂൾ, ഓപ്ഷൻ സി 5 ജൂൾ, ഓപ്ഷൻ ഡി 500 ജൂൾ. സോ ആൻസർ ഈസ് ഓപ്ഷൻ ബി 50 ജൂൾ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ യൂണിറ്റ് ഓഫ് പവർ ഈസ്. ഇതുപോലെയുള്ള കുഞ്ഞു ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ പെട്ടെന്ന് നമുക്ക് മാർക്ക് കിട്ടാനായിട്ട് എളുപ്പമാണ്. ദ യൂണിറ്റ് ഓഫ് പവർ എന്താണ്? നമുക്കറിയാം വാട്ട് ആണ് അല്ലേ. നമ്മൾ കുഞ്ഞിലേ പഠിക്കുന്നതാണ് യൂണിറ്റ് ഓഫ് പവർ വാട്ട് അല്ലേ. അപ്പോൾ പവറിൻ്റെ ഇക്വേഷൻ എന്താണ്? വർക്ക് ബൈ ടൈം ആണ് പവറിൻ്റെ ഇക്വേഷൻ അല്ലേ. വർക്ക് ബൈ ടൈം, അപ്പോൾ അതിൻ്റെ യൂണിറ്റ് ആണ് വാട്ട്. ഇതെങ്ങനെയാണ് ഈ വർക്ക് ബൈ ടൈമിൽ നിന്ന് വാട്ട് എന്ന് വന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്കറിയാം ഡെഫിനിഷൻ ഓഫ് പവർ എന്താണ്? വർക്ക് ഡൺ ബൈ ടൈം ടേക്കൺ ആണ് പവർ എന്ന് പറയുന്നത്. അതിൽ വർക്ക് ഡണ്ണിൻ്റെ യൂണിറ്റ് എന്താണ്? ജൂളും ടൈം ടേക്കൻ്റെ സെക്കൻഡിലുമാണ് നമ്മൾ എടുക്കുന്നത് അല്ലേ. അപ്പോൾ യൂണിറ്റ് ഓഫ് പവറിൽ എങ്ങനെ വരും? അത് വർക്ക് ഡൺ ബൈ ടൈം ടേക്കൺ ആണ്. അപ്പോൾ ജൂൾ പെർ സെക്കൻഡ് അല്ലേ. ഈ ജൂൾ പെർ സെക്കൻഡ് എന്ന് പറയുന്ന ഈ യൂണിറ്റിനെയാണ് നമ്മൾ വാട്ട് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ ഷോർട്ട് ഫോം ആയിട്ട് W വെച്ചിട്ടാണ് നമ്മൾ വാട്ടിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ജൂൾ പെർ സെക്കൻഡ് ആണ് വാട്ട് ആയത്. അപ്പോൾ ചില സമയത്ത് വേണമെങ്കിൽ നമുക്ക് ജൂൾ പെർ സെക്കൻഡ് എന്നുള്ള ഓപ്ഷനിൽ ചിലപ്പോൾ അങ്ങനെയും വരാം. അപ്പോൾ നമ്മൾ അതൊക്കെ ആലോചിച്ചിട്ട് വേണം പഠിക്കാൻ. അപ്പോൾ 1 watt is equal to 1 joule per second ആണ്. ഓക്കെ, ക്ലിയർ? Next question. A man does 200 joule of work in 10 seconds. What is his power? Okay. അപ്പോൾ എത്ര വർക്ക് ചെയ്യുന്നത്? 200 joule ആണ് 10 സെക്കൻഡിൽ ചെയ്യുന്നത് അല്ലേ. ഫസ്റ്റ് ഓപ്ഷൻ 2 watt, സെക്കൻഡ് ഓപ്ഷൻ 20 watt, തേർഡ് ഓപ്ഷൻ 200 watt, and last it's 0.5 watt. So answer is what? 20 watt. എങ്ങനെയാണ്? പവറിൻ്റെ ഇക്വേഷനിൽ ഡയറക്റ്റ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അല്ലേ. നമുക്ക് 200 ജൂൾ ആണ് വർക്ക്, ടൈം തന്നിരിക്കുന്നത് 10 സെക്കൻഡിലാണ്. സോ നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ we will get the answer as 220 watt. Okay, 20 watt. Clear?
Next, kinetic energy of an object is given by kinetic energy equation ആണ്. First option mgh, second option half mv square, third option mg, last option mv. എന്താണ് kinetic energy equation നമുക്കറിയാം half mv square ആണ്. Okay, kinetic energy is equal to half into mass into velocity square ആണ്. Okay. Next question, if the speed of a moving object is doubled, its kinetic energy becomes എന്താവും? Option A half, option B double, option C 4 times, option D same. So നമുക്കറിയാം kinetic energy equation അനുസരിച്ച് kinetic energy half mv square ആണ് അല്ലേ? അതായത് kinetic energy is directly proportional to speed അല്ലെ, v square. If the speed doubles, അപ്പോൾ ആ v എന്ന് പറയുന്ന ആ സ്പീഡ് ഡബിൾ ആയാൽ നമ്മൾ എങ്ങനെ എഴുതും? 2v എന്ന് എഴുതും. അപ്പോൾ ഡയറക്റ്റ്ലി നമുക്കത് kinetic energy ഇക്വേഷൻ ഇട്ട് കൊടുക്കുമ്പോൾ kinetic energy is equal to half m 2v square. അതായത് ഈ 2 എന്ന് പറയുമ്പോൾ സ്ക്വയറിൽ വരുന്നത് 4 ആണ്. ഓക്കെ, അപ്പോൾ 4 ടൈംസ് എന്താണ് ഒറിജിനൽ kinetic energy ആയിരിക്കും വരുന്നത്. അപ്പോൾ 4 ടൈംസ് കൂടും. അപ്പോൾ സ്പീഡ് ഡബിൾ ആക്കി കഴിഞ്ഞാൽ kinetic energy എന്താവും? 4 ടൈംസ് കൂടും എന്നാണ് പറയുന്നത്. ഈ ഒരു ഇക്വേഷനിൽ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആൻസർ കിട്ടും. Okay, clear. സോ നമ്മൾ ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായുള്ളൂ. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ വീണ്ടും അടുത്ത ചാപ്റ്ററിലെ കുറച്ച് പ്രോബ്ലംസ് ആയിട്ട് വരുന്നതാണ്. സോ നമുക്ക് ഇന്നത്തെ ക്ലാസ് യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.